കഴിഞ്ഞ മാസം നോർത്ത് കൊറിയ അവരുടെ ഒരു വലിയ കപ്പൽ പരിചയപ്പെടുത്തുന്ന അല്ലെങ്കിൽ അതിൻ്റെ ഇനാഗുറേഷൻ പ്രോഗ്രാം നടത്തി. വളരെ ആഘോഷപൂർണമായി തന്നെ നടന്നു. ആ പരിപാടിയിൽ കിം പങ്കെടുത്തു. എല്ലാവരും ആ കപ്പൽ വെള്ളത്തിലേക്ക് ഇറങ്ങുന്നത് കാണാൻ വളരെ ആവേശത്തോടു കൂടി കാത്തിരിക്കുകയാണ്. ഇനി ആ കപ്പലിനെ കരയിൽ നിന്നും കടലിലേക്ക് ഇറക്കണം. പെട്ടെന്ന് ആ കപ്പലിനൊരു അപകടം സംഭവിച്ചു. ഈ ഒരു വാർത്ത ലോകമാധ്യമങ്ങളിലെല്ലാം പടർന്നു. കപ്പലിന്റെ ഉദ്ഘാടന ചടങ്ങിന്റെ അന്ന് തന്നെ അപകടം സംഭവിച്ചു. നോർത്ത് കൊറിയയുടെ കപ്പൽ യാത്ര ഇനി അവസാനിച്ചു. അവർക്ക് ഇനി കപ്പൽ ചെയ്യാനേ സാധിക്കില്ല. കിമ്മിന് ഇത് വലിയ പരാജയമാണ്. ഇങ്ങനെ പല കാര്യങ്ങൾ പറയാൻ തുടങ്ങി. കിം ഇത് പേഴ്സണലായി എടുത്തു. ഈ തെറ്റിന് പിറകിൽ ആരായിരുന്നാലും അവർ ശിക്ഷിക്കപ്പെടണം. ഉടൻ തന്നെ കപ്പൽ ശരിയാക്കണം. ഈ ഒരു ഉത്തരവ് പോകുന്നു. സത്യത്തിൽ കിമ്മിന് ആ കപ്പൽ അത്രത്തോളം പ്രധാനപ്പെട്ടതാണോ? കിം പറഞ്ഞതുകൊണ്ട് ആ കപ്പൽ ശരിയാക്കി? കിം പറഞ്ഞതുകൊണ്ടാണോ ആ കപ്പൽ ശരിയാക്കിയത്? അല്ലെങ്കിൽ കിമ്മിനെ അവിടെയുള്ളവർ ദൈവമായി തന്നെ കാണുകയാണോ? നോർത്ത് കൊറിയയിൽ അങ്ങനെ എന്താണ് സംഭവിച്ചത്? ആ കപ്പൽ, അതിന് പുറകിലുള്ള സത്യം. സത്യത്തിൽ ഈ ഒരു വീഡിയോ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. വളരെ വ്യത്യസ്തമായ ഒരു ടോപ്പിക്കും കൂടിയാണ്. എന്ത് സംഭവിച്ചു എന്നുള്ളത് ഈ വീഡിയോയിലൂടെ വിശദമായി അറിയാം. നോർത്ത് കൊറിയയെക്കുറിച്ച് നമ്മൾ ഇടയ്ക്കിടെ ഒരുപാട് വാർത്തകൾ അറിയാറുണ്ട്. പ്രധാനമായും സൗത്ത് കൊറിയ, ജപ്പാൻ, അമേരിക്ക, ഈ 3 പേരും ചേർന്ന് അവരുടെ ഒരു നാവികസേന എക്സസൈസ് നടത്തി. ഇനി ഇവർ ആർക്കെതിരെ ചെയ്യുന്നു എന്നും നിങ്ങൾക്കറിയാം. നോർത്ത് കൊറിയക്കെതിരെയാണ്. അപ്പോൾ പിന്നെ നോർത്ത് കൊറിയ വെറുതെ ഇരിക്കുമെന്ന് തോന്നുന്നുണ്ടോ? ഉടൻ തന്നെ അവരുടെ ഷോർട്ട് റേഞ്ച് മിസൈൽ, മിഡ് റേഞ്ച് മിസൈൽ, ഇങ്ങനെ ഏകദേശം ഒരു 10 മിസൈൽ, റോക്കറ്റ് എല്ലാം ചേർത്ത് അവരും ഒരു എക്സസൈസ് നടത്തി, അയച്ച് കാണിച്ചു കൊടുത്തു. അതായത് നിങ്ങൾക്കെതിരെ ഞാനും ഉണ്ട്, ഞാൻ അത്ര കുറഞ്ഞവനല്ല എന്ന് കാണിക്കുകയാണ്. ഇത് മാത്രമാണോ സംഭവിച്ചത് എന്ന് ചോദിച്ചാൽ ഇല്ല. ലോകത്തിന് മുൻപിൽ അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ പറയുന്നു. ഇസ്രായേൽ ഒരു ക്യാൻസർ പോലെയാണ്. ഇറാനെ ആക്രമിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇറാനുമായി ഇസ്രായേൽ യുദ്ധം ചെയ്യുന്നു. അതിൽ മറ്റ് രാജ്യങ്ങൾ അകത്തേക്ക് പോകാൻ പാടില്ല. ഇനി അമേരിക്ക ഉൾപ്പെടെ പല രാജ്യങ്ങൾ അകത്തേക്ക് പോവുകയാണെങ്കിൽ കൂടെ ഞങ്ങളും ഉണ്ടാകും. നോർത്ത് കൊറിയ ഈ യുദ്ധത്തിൽ പങ്കെടുക്കും. ഇങ്ങനെയുള്ള പല വാർത്തകൾ അദ്ദേഹം ആ സമയം തന്നെ കൊടുത്തിരുന്നു. എന്നാൽ അതോടുകൂടിയും അവസാനിപ്പിച്ചോ എന്ന് ചോദിച്ചാൽ ഇല്ല. നേരിട്ട് റഷ്യയിലേക്ക് പോകുന്നു. റഷ്യയിൽ ഇതിനകം തന്നെ ഒരുപാട് നോർത്ത് കൊറിയൻ സൈനികർ അകത്തേക്ക് പോയി. അവർ കാരണം റഷ്യയ്ക്ക് വിജയവും ലഭിച്ചു. വീണ്ടും ഒരു 6000 നോർത്ത് കൊറിയൻ സൈനികരെ അയക്കാൻ ഞങ്ങൾ തയ്യാറാണ്. എല്ലാവരും ഇത് ആഘോഷിക്കുക എന്നൊക്കെ പറഞ്ഞ് അതും ഒരു ആഘോഷമായി തന്നെ നടന്നു. ഇങ്ങനെ നോർത്ത് കൊറിയയുടെ പേര് ദിവസം കഴിയും തോറും ഏതെങ്കിലും ഒരു രീതിയിൽ മാധ്യമത്തിൽ വരുന്നുണ്ട്. ഇതിനെല്ലാം ആരാണ് കാരണമെന്ന് ചോദിച്ചാൽ കിം മാത്രമാണ്. നോർത്ത് കൊറിയയുടെ പ്രസിഡന്റ് എന്ന് കിം അറിയപ്പെട്ടാലും അദ്ദേഹം ഒരു ദൈവമാണ്, ഗോഡാണ് എന്നൊക്കെ പറയുന്ന ഒരു റേഞ്ചിലാണ് നോർത്ത് കൊറിയൻ മാധ്യമങ്ങളും അമേരിക്കൻ മാധ്യമങ്ങളും അദ്ദേഹത്തെ പ്രദർശിപ്പിക്കുക. താനൊരു ഏകാധിപതിയാണ്, താനൊരു ദൈവമാണ് എന്ന് എല്ലാവരും വിശ്വസിക്കണം എന്ന് അദ്ദേഹം പറഞ്ഞ രീതിയിൽ തന്നെ ചില വാർത്തകൾ പുറത്തു വരുന്നുണ്ട്. ഇനി നേരെ നമുക്ക് കപ്പൽ അപകടത്തിലേക്ക് പോകാം. നോർത്ത് കൊറിയയ്ക്ക് എന്തിനാണ് കപ്പൽ? പ്രധാനമായും ഈ ഡെസ്ട്രോയേഴ്സ്. നോർത്ത് കൊറിയയ്ക്ക് ഇത് ആവശ്യമായതിൻ്റെ കാരണം ന്യൂക്ലിയർ വെപ്പൺസ് ആണ്. അണുആയുധം കൊണ്ട് മാത്രമേ ഒരു രാജ്യത്തെ സംരക്ഷിക്കാൻ കഴിയൂ എന്ന് വിശ്വസിക്കുന്ന രാജ്യങ്ങളിൽ നോർത്ത് കൊറിയയുണ്ട്. ഇതേ അണുആയുധത്തിനു വേണ്ടിയാണ് ഇറാനും പോരാടുന്നത്. എന്നാൽ ഇറാൻ അണുആയുധം ലഭിക്കാൻ പാടില്ല എന്നതിനു വേണ്ടി ഇസ്രായേലും തിരികെ പോരാടുന്നുണ്ട്. 2 പേരും യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്നു. എന്നാൽ ഈ പ്രശ്നത്തിൽ അമേരിക്ക, ഫ്രാൻസ്, UK, വീണ്ടും പല രാജ്യങ്ങൾ ഇവരെല്ലാം ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇനി ഇറാന്, റഷ്യ, നോർത്ത് കൊറിയ, ചൈന പോലുള്ള രാജ്യങ്ങളുടെ സപ്പോർട്ട് ലഭിക്കുമെന്നൊക്കെ പ്രതീക്ഷിച്ചു കൊണ്ടുമിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഇപ്പോഴുള്ള ഈ ലോകത്തിൽ ഒരു രാജ്യത്തെ സംരക്ഷിക്കാൻ നല്ലൊരു നേതാവ് അല്ലെങ്കിൽ നേതൃത്വം മാത്രം പോരാ, നല്ലൊരു അണുആയുധവും ആവശ്യമാണ്. നോർത്ത് കൊറിയയെ സംബന്ധിച്ചിടത്തോളം അണുആയുധം അവരുടെ പക്കലുണ്ട്. എന്നാൽ ഇവ വഹിച്ചു കൊണ്ടുപോകാൻ കഴിയുന്ന ഫൈറ്റർ ജെറ്റ്സ് ഇവയുണ്ടോ എന്ന് ചോദിച്ചാൽ അത് വളരെ വളരെ പരിമിതമാണ്. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഇവരുടെ പക്കലുള്ള ഈ അണുആയുധം എവിടെയാണ് അവർ സൂക്ഷിച്ചിരിക്കുന്നത്? ഇതൊരു വലിയ ചോദ്യമാണ്. അത് സൂക്ഷിച്ചിരിക്കുന്നത് അവരുടെ കടൽ പ്രദേശത്ത്. ഈ കടൽ പ്രദേശത്ത് അവരുടെ വർഷങ്ങൾക്ക് മുൻപേ ഉണ്ടായിരുന്ന സബ്മറൈൻ, ഒരു സപ്പോർട്ട് ഷിപ്പ് എന്ന് പറയാം, ഇതിൽ ഈ നോർത്ത് കൊറിയ അവരുടെ അണുആയുധം സൂക്ഷിച്ചു വച്ചിരിക്കുകയാണ്. എന്നാൽ ഈ നോർത്ത് കൊറിയയുടെ നേവിയെ ബാക്കിയുള്ള ഈ കോമ്പറ്റേറ്റേഴ്സിൻ്റെ, അതായത് സൗത്ത് കൊറിയ, അമേരിക്ക, ജപ്പാൻ, ഇവരുടെ നാവികസേനയുമായി താരതമ്യം ചെയ്യുമ്പോൾ നോർത്ത് കൊറിയയ്ക്ക് വളരെ വളരെ കുറവ് മാത്രമേ ഉള്ളൂ. ഇപ്പോഴാണ് അവർ ഒന്ന് തുടങ്ങിയിരിക്കുന്നത് തന്നെ. അത്തരം നോർത്ത് കൊറിയ ഒരു വാർഷിപ്പ്, ഒരു ഡെസ്ട്രോയർ സ്വന്തം രാജ്യത്തിൽ തന്നെ നിർമ്മിക്കുകയാണ്. ആ വാർഷിപ്പാണ് പോയ മാസം കടലിലേക്ക് അത് അയക്കുന്ന ചടങ്ങ് നടത്തിയത്.
അതിൻ്റെ ട്രെയിലറെല്ലാം അവസാനിച്ച് നേവിയിലേക്ക് ജോയിൻ ചെയ്യേണ്ട ആദ്യത്തെ ആ ഒരു യാത്ര, ആ ചടങ്ങിൽ അപകടം സംഭവിച്ചു. ഈ അപകടം എങ്ങനെ സംഭവിച്ചു? ഇങ്ങനൊരു അപകടം സംഭവിക്കാനുള്ള സാധ്യതയുണ്ടോ എന്ന് ചോദിച്ചാൽ, കപ്പൽ യാത്രയിൽ ആദ്യത്തെ ഒരു യാത്ര, അല്ലെങ്കിൽ ആദ്യമുള്ളൊരു ഘട്ടം, അല്ലെങ്കിൽ അതിനൊരു വലിയ പ്രശ്നം എന്ന് തന്നെ പറയാം. ഇത് ഈ തറയിൽ നിന്നും കടലിലേക്ക് അതിനെ അയക്കുന്ന മാനുവറിംഗ് ആണ്. ഇവിടെ കപ്പലിനെ ഒരുപാട് പേർ ചേർന്ന് തള്ളണം, അല്ലെങ്കിൽ ചില ചെറിയ ബോട്ടുകൾ, കപ്പലുകൾ ഉപയോഗിച്ച് ഇതിനെ വലിച്ച് വെള്ളത്തിലേക്ക് താഴെ ഇറക്കണം. ഈ സമയത്ത് ആ കപ്പൽ ആടാതെ അനങ്ങാതെ ശരിയായ രീതിയിൽ കടലിൽ ചെന്ന് നിൽക്കുകയാണെങ്കിൽ എഞ്ചിൻ സ്റ്റാർട്ട് ചെയ്ത് പിന്നെ കപ്പലിനെ കൊണ്ട് യാത്ര ചെയ്യാൻ സാധിക്കും. ഇവിടെയാണ് ചെറുതായി ഒരു പ്രശ്നം സംഭവിക്കുന്നത്. സാധാരണ എല്ലാ കപ്പലുകൾക്കും ഉണ്ടാകുന്ന ഒരു പ്രശ്നം തന്നെയല്ലേ. അപ്പോൾ പിന്നെ എന്തിനിത് വലിയൊരു വാർത്തയായി മാറി എന്ന് ചോദിച്ചാൽ, കാരണം അത് ലോഞ്ച് ചെയ്തത് നോർത്ത് കൊറിയ ആയിരുന്നു. അവിടെ നോക്കിക്കൊണ്ടിരുന്നത് കിം ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഇതിനെ ഒരു ക്രിമിനൽ ആക്ട് എന്നാണ് കിം പറഞ്ഞത്. കുഡ് നോട്ട് ബി ടോളറേറ്റഡ്. കൺട്രിയുടെ ഡിഗ്നിറ്റിയെ ഇത് ബാധിച്ചിട്ടുണ്ട്. ഇതിന് പുറകിൽ ആര് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും അവരെ ഉടൻ തന്നെ അറസ്റ്റ് ചെയ്യണം. ഉടൻ തന്നെ കപ്പലിനെ ശരിയാക്കുക. ഇങ്ങനൊരു ഉത്തരവ് പെട്ടെന്ന് പോകുന്നു. വളരെ വേഗത്തിൽ പണികളെല്ലാം നടക്കുന്നു. അവസാനം വീണ്ടും അതേ കപ്പലിനെ തന്നെ ലോഞ്ചും ചെയ്തു. അപ്പോൾ നോർത്ത് കൊറിയയ്ക്ക് ഒരു നാവികസേന ആവശ്യമാണ്. ഈ നാവികസേന വഴി മാത്രമേ അണുവായുധം മറ്റ് രാജ്യങ്ങളിലേക്ക് അയക്കാനും സാധിക്കുകയുള്ളൂ. എന്നാൽ മറ്റ് രാജ്യങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ ഇവരുടെ നാവികസേന വളരെ വളരെ ചെറുതുമാണ്. അത് വലുതാക്കാനും അദ്ദേഹം ആഗ്രഹിക്കുകയാണ്. ഇങ്ങനൊരു വാർഷിപ്പ് ഒരു രാജ്യം നിർമ്മിച്ച് അത് ലോഞ്ച് ചെയ്യുക എന്നൊക്കെ പറയുമ്പോൾ, അതും ഒരു ചെറിയ രാജ്യം, ഒരുപാട് സാമ്പത്തിക ഉപരോധമുള്ള ഒരു രാജ്യം ഇത് ചെയ്തു എന്ന് പറയുമ്പോൾ അത് വളരെ റെയറസ്റ്റ് ഓഫ് റെയർ തിങ് തന്നെയാണ്. ഇവയ്ക്കെല്ലാം അപ്പുറം നോർത്ത് കൊറിയയുടെ കിം പറഞ്ഞൊരു കാര്യമുണ്ട്. ഞാൻ നിങ്ങളുടെ ദൈവം, അതുകൊണ്ട് നിങ്ങളിത് ശരിയാക്കണം എന്ന് അദ്ദേഹം പറഞ്ഞിട്ടേയില്ല, എവിടെയും പറഞ്ഞിട്ടില്ല. അദ്ദേഹം പറഞ്ഞൊരു വാക്ക്, ഈ കപ്പലിൽ ഒരുപാട് പേരുടെ അധ്വാനമുണ്ട്, ഒരുപാട് പേർ ചേർന്നത് നിർമ്മിച്ചത്. ബന്ധുക്കൾ, സുഹൃത്തുക്കൾ, സഹോദരങ്ങൾ എല്ലാവരും ചേർന്നാണ് ഈ കപ്പൽ നിർമ്മിച്ചത്. ഈ കപ്പൽ നിർമ്മിക്കുമ്പോൾ എല്ലാവരുടെയും ഒരു ചിന്ത, നമ്മുടെ രാജ്യത്തെ സംരക്ഷിക്കാൻ ഇങ്ങനൊരു കപ്പൽ ആവശ്യമാണ്. അങ്ങനെ ജീവൻ കൊടുത്ത് ജോലി ചെയ്തവരുണ്ട്. ഈ ജോലിക്കിടയ്ക്ക് ജീവൻ നഷ്ടമായവർ പോലുമുണ്ട്. അത്തരം വ്യക്തികൾക്ക് നമ്മൾ യാതൊരു ദ്രോഹവും ചെയ്യാൻ പാടില്ല. അവരുടെ ആത്മാവ് തീർച്ചയായും നമ്മോട് ക്ഷമിക്കില്ല. അവർക്കൊക്കെ നമ്മൾ നല്ലൊരു കാര്യം അല്ലെങ്കിൽ നല്ലതെങ്ങനെ നൽകാൻ സാധിക്കും? അവരെന്തായാലും മരിച്ചു. അവർക്ക് ഇനിയൊരു നല്ലത് ചെയ്യാൻ സാധിക്കും എന്നുണ്ടെങ്കിൽ ഈ കപ്പൽ ശരിയായ രീതിയിൽ കടലിൽ ഇറക്കി പ്രവർത്തിപ്പിക്കണം, വാർഷിപ്പാക്കി മാറ്റണം. ഇതാണ് അവർക്ക് നമ്മൾ നൽകുന്ന ഏറ്റവും വലിയ ആദരവ്. അങ്ങനെയാണെങ്കിൽ ഇത് യഥാർത്ഥത്തിൽ ഒരു ക്രിമിനൽ ആക്ട് തന്നെയാണ്. ആ ആത്മാക്കൾ, മരിച്ചവർ, കപ്പൽ വരും, നമ്മെ രക്ഷിക്കും എന്ന് വിശ്വസിച്ചിരുന്നവർ, ആ വിശ്വാസമെല്ലാം ഇവിടെ തകർന്നിരിക്കുകയാണ്. ഇതൊരു ക്രിമിനൽ ആക്ട് തന്നെയാണ്. ഉടൻ തന്നെ ഈ വാർഷിപ്പിനെ റീലോഞ്ച് ചെയ്യണം എന്ന് കിം ആവശ്യപ്പെട്ടു. എന്നാൽ പാശ്ചാത്യ മാധ്യമങ്ങൾ ഈ വാർത്തയെല്ലാം മാറ്റിവെച്ചിട്ട് വാർഷിപ്പ് ഫെയിലിയറായി, ലോഞ്ച് ഫെയിലിയറായി, കിം ഒരു ഏകാധിപതി, ഇങ്ങനെയെല്ലാമാണ് വാർത്തകൾ അവസാനിപ്പിച്ചത്. ശരിയാണ്, ഇദ്ദേഹം ഒരു ഏകാധിപതിയാണ്. എന്നാൽ നോർത്ത് കൊറിയയിൽ ഇക്കാലവുമില്ലാത്തൊരു രീതിയിൽ ആ ഒരു ഭരണം ജനങ്ങൾ ഇഷ്ടപ്പെടാനുള്ള കാരണം മുൻപുണ്ടായിരുന്നത് പോലെ, അദ്ദേഹത്തിൻ്റെ അച്ഛൻ, മുത്തച്ഛനൊക്കെ ഭരിച്ചതുപോലെ ഞാനാണ് ദൈവം, എന്നെ നിങ്ങൾ സ്തുതിക്കണം, ആരാധിക്കണം എന്നൊന്നും കിം പറഞ്ഞിട്ടില്ല. നമ്മളെല്ലാവരും ചേർന്ന് ഈ രാജ്യത്തെ നയിക്കണം, അതിന് എനിക്ക് നിങ്ങൾ സപ്പോർട്ട് നൽകണം, നിങ്ങൾക്ക് ഞാനും സപ്പോർട്ട് നൽകും, ഇങ്ങനൊരു ചിന്ത. കൂടെ തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു ഏകാധിപത്യം അതും മിക്സ് ചെയ്ത് പുതിയ ഒരു രീതിയിലുള്ള യുണീക്കായ ഒരു ഭരണമാണ് നടത്തുന്നത്. അപ്പോൾ നോർത്ത് കൊറിയയുടെ പക്കൽ അപകടം എന്നൊക്കെ പറഞ്ഞ മാധ്യമം ആ കപ്പലിനെ പിന്നീട് അവരുടെ നേവിയിൽ ചേർത്തു, അത് ലോഞ്ച് ചെയ്തു എന്നുള്ള വാർത്തകൾ പറഞ്ഞു എന്ന് ചോദിച്ചാൽ ഇല്ല, പറഞ്ഞു കാണില്ല. എപ്പോഴും ലോകം അങ്ങനെ തന്നെയാണ്. നിങ്ങൾ ഒറ്റയ്ക്കാകുമ്പോൾ നിങ്ങളുടെ പരാജയം മാത്രമേ സംസാരിക്കുകയുള്ളൂ, നിങ്ങളുടെ വിജയത്തെക്കുറിച്ച് ഈ ലോകം സംസാരിക്കില്ല. ഒരു പക്ഷേ നിങ്ങളുടെ വിജയം അത് വലിയൊരു വിജയമായാൽ അവൻ വിജയിച്ചുവെന്ന് ചെറിയൊരു വാർത്ത മാത്രം പുറത്തു വരും. കാരണമുണ്ട്, നിങ്ങളിൽ അവർക്കൊരു വെറുപ്പുണ്ട്, നിങ്ങൾ ജയിക്കാൻ പാടില്ല, നിങ്ങളുടെ വിജയത്തിൽ അവർക്കൊരു അസൂയ. ഇവയ്ക്കെല്ലാം അപ്പുറം നോർത്ത് കൊറിയ പോലെ നിങ്ങളുടെ ജോലി നിങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കുക, കിം പോലെ ഞാൻ ദൈവം എന്ന് പറയുന്നതിനേക്കാൾ അതിനു വേണ്ടി പരിശ്രമിച്ചവരാണ് ദൈവം എന്ന് പറയാൻ ശ്രമിച്ചു നോക്കുക. തീർച്ചയായും ജീവിതത്തിലും ഒരുപാട് മാറ്റങ്ങൾ സംഭവിക്കും. ലോകരാഷ്ട്രീയത്തിലെ ഒരു യഥാർത്ഥ തത്വവും ഇത് തന്നെയാണ്. ഈ ഒരു വീഡിയോ എങ്ങനെയുണ്ടായിരുന്നു? നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ പറയുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഇഷ്ടപ്പെടും, അവർക്കും ഷെയർ ചെയ്യുക. ഇങ്ങനെയുള്ള വളരെ വ്യത്യസ്തമായ വീഡിയോസ് കാണുവാൻ താല്പര്യമുള്ളവരാണ് നിങ്ങളെങ്കിൽ വോയിസ് ഓഫ് വിക്കി എന്ന നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.